നിങ്ങളുടെ ചിത്രങ്ങൾ മനോഹരമാക്കണ്ടേ? വരൂ, റെജി ഫോട്ടോസ് പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ കട്ടപ്പന. മോഡലിംഗ് സ്റ്റുഡിയോ, ബ്യൂട്ടി പാർലർ, ക്യാൻവാസ് പ്രിന്റിംഗ്, ബാക്ക്ലൈറ്റ് പ്രിന്റിംഗ്, ആർട്ട് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിമിംഗ് ആൻഡ് ഓൾ സൈസ് ഓഫ് പ്രിന്റിംഗ്സ്. Our special innovations: mug printing, magic mug printing, couple mug printing, t-shirt printing, pillow printing, rock printing, glass printing, plate printing. Regi Photos Professional Digital Studio Kattapana. Studio Color Lab, Laser Lab, Beauty Parlor. Phone 04868 272 165 944 7072 165. Email regiphotos1982@gmail.com. Log on to our website www.regiphotos.com. നിങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ തന്നെ മനോഹരമാക്കുന്നു ഞങ്ങളിലൂടെ. Shoot, print and enjoy. Boo-boo, I think it's time അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. നമസ്കാരം. ഇടുക്കി നെറ്റ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് വിഷൻ ന്യൂസ് ലൈവ്. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കസ്റ്റഡിയിലിരുന്ന പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ കട്ടപ്പന എക്സൈസ് ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാബുലാൽ, ബിജു എന്നിവർക്കാണ് സസ്പെൻഷൻ. കട്ടപ്പന വനിതാ പോലീസ് ഹെൽപ്പ് ലൈൻ ഓഫീസിന് എതിർവശത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യം നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. ഇടുക്കി തൊടുപുഴ സംസ്ഥാന ഹൈവേയിൽ റോഡിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന കിണർ ഭീഷണിയാകുന്നു. 20 വർഷം മുമ്പുണ്ടായിരുന്ന കിണർ ഉപയോഗരഹിതമായെങ്കിലും മൂടാൻ അധികൃതർ തയ്യാറായില്ല. കുരുമുളക്, ഏലം, തേയില തുടങ്ങിയ നാണ്യവിള മേഖലകളിലെ കർഷകർ 2014 നേരിട്ടത് സമാന പ്രതിസന്ധികൾ. 2014 പിന്നിടുമ്പോൾ ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ പ്രതീക്ഷയുടെ തിളക്കത്തേക്കാൾ നിരാശയുടെ ഇരുട്ടാണ് അഭിമുഖീകരിച്ചത്. നെടുങ്കണ്ടം കല്ലാർ ജംഗ്ഷന് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികളുമായി വന്ന ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. വാർത്തകളിലേക്ക് വിശദമായി.
കസ്റ്റഡിയിലിരുന്ന പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ കട്ടപ്പന എക്സൈസ് ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാബുലാൽ, ബിജു എന്നിവർക്കാണ് സസ്പെൻഷൻ. കസ്റ്റഡിയിലിരുന്ന പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ 2 സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാബുലാൽ, ബിജു എന്നിവരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തത്. എന്നാൽ എക്സൈസ് ഓഫീസിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മുതലെടുത്ത് രക്ഷപ്പെട്ട പ്രതിയെ 48 മണിക്കൂറിനകം പിടികൂടിയ ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വ്യാജവാറ്റ് കേസിൽ കസ്റ്റഡിയിലെടുത്ത കമ്പംമെട്ട അച്ചക്കട പല്ലമറ്റത്ത് സുരേഷ് രക്ഷപ്പെട്ട സംഭവത്തിലാണ് നടപടി. നെടുങ്കണ്ടം കല്ലാർ ജംഗ്ഷന് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികളുമായി വന്ന ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. തേക്കടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള TN 69A 8085 മിനി ബസ്സാണ് മറിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്ന കൊൽക്കത്ത സ്വദേശികളായ സോമ സർക്കാർ, റീന മജുദാർ, ശ്രീധർ ടി സർക്കാർ, മിലിദാസ് ദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് വൻ അപകടം ഒഴിവാക്കാനായി കല്ലാർ ജംഗ്ഷനിലുള്ള ഫോറസ്റ്റ് ഓഫീസ് റോഡിലേക്ക് ഓടിച്ചു കയറ്റിയപ്പോൾ റോഡിന് കുറുകെ മറിയുകയായിരുന്നു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 42 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ് മറിഞ്ഞയുടനെ പ്രദേശവാസികളായ നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ബസിന്റെ മുൻവശത്തെയും പിൻവശത്തെയും ഗ്ലാസുകൾ തകർത്താണ് ആളുകളെ പുറത്ത് ഇറക്കിയത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. നെടുങ്കണ്ടം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കട്ടപ്പന വനിതാ പോലീസ് ഹെൽപ്പ് ലൈൻ ഓഫീസിന് എതിർവശത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യം നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. കട്ടപ്പന വനിതാ പോലീസ് ഹെൽപ്പ് ലൈൻ ഓഫീസിന് എതിർവശത്താണ് മാലിന്യം കുന്നുകൂടിയിരിക്കുന്നത്. നേരത്തെ വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ വേസ്റ്റ് ബിൻ ഇല്ലാത്തതിനാൽ ആളുകൾ റോഡിനോട് ചേർന്നാണ് മാലിന്യം തള്ളുന്നത്. അതിനാൽ റോഡിലൂടെ പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പോലീസ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ഈ റോഡിലൂടെ ദിവസവും നിരവധി പേരാണ് കടന്നു പോകുന്നത്. പലതവണ അധികൃതരോടെ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. വേസ്റ്റ് കൂടിക്കിടക്കുന്നതിനാൽ ഉണ്ടാകുന്ന ദുർഗന്ധം സമീപവാസികളെ വലയ്ക്കുകയാണ്. ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജിസ്മി കുര്യാക്കോസ്, ഇടുക്കി നെറ്റ് വിഷൻ. കുടുംബങ്ങളിലെ മുതിർന്ന സ്ത്രീകൾക്ക് മുൻഗണന നൽകി റേഷൻ കാർഡ് പുതുക്കുവാനുള്ള നടപടികൾ പുതുവർഷ പിറവിയോടെ ആരംഭിക്കും. കുടുംബത്തിൽ സ്ത്രീകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ഇനി പുരുഷന്മാർ കാർഡുടമകളാകൂ. 2015 ജനുവരി 1 മുതൽ റേഷൻ കാർഡുകൾ പുതുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളുടെ പേരിൽ റേഷൻ കാർഡ് നൽകാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം. മുൻകാലങ്ങളിൽ ഗൃഹനാഥന്റെ പേരിലായിരുന്നു റേഷൻ കാർഡുകൾ നൽകിയിരുന്നത്. പുതുക്കിയ കാർഡുകൾ അനുവദിക്കുമ്പോൾ സ്ത്രീകൾ ഇല്ലാത്ത വീടുകളിലെ ഗൃഹനാഥന്മാർക്ക് മാത്രമേ അവരുടെ പേരിൽ റേഷൻ കാർഡ് നൽകൂ. ഈ പുരുഷനും വീട്ടിലെ മുതിർന്ന അംഗമായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. റേഷൻ കാർഡിൽ പതിക്കുന്ന ഫോട്ടോയും കാർഡ് ഉടമയുടേത് തന്നെയായിരിക്കും. റേഷൻ കാർഡുകൾ പുതുക്കുന്നതിനുള്ള അപേക്ഷാ ഫോമുകൾ ജനുവരി 1 മുതൽ ജില്ലയിലെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യും. കാർഡുടമകൾ അതാത് റേഷൻ കടകളിൽ നിന്ന് അപേക്ഷാ ഫോമുകൾ വാങ്ങണം. അപേക്ഷകൾ പൂരിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ കൈപ്പുസ്തകവും അപേക്ഷാ ഫോമിനോടൊപ്പം ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ജനുവരി 17-ാം തീയതിക്കുള്ളിൽ റേഷൻ കടകളിൽ തിരിച്ചു നൽകണം. ഏതെങ്കിലും അപേക്ഷകൻ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ 1 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്ന പ്രോസിക്യൂഷൻ നടപടികളെ നേരിടേണ്ടി വരും. കാർഡുടമകളുടെ വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണം. കാർഡുടമ ഫോട്ടോ എടുക്കാൻ ക്യാമ്പിൽ വരുമ്പോൾ ആധാർ കാർഡിന്റെയും തിരിച്ചറിയൽ കാർഡിന്റെയും അസൽ ഹാജരാക്കണം. കാർഡിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പേര് വിവരങ്ങൾ ചേർക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകാൻ പാടുള്ളതല്ല. കുടുംബത്തിലെ ഭൂമിയെ സംബന്ധിച്ച ചോദ്യത്തിന് പട്ടയമില്ലാത്ത ഭൂമിയാണെങ്കിലും വിവരങ്ങൾ ചേർക്കണം. അപേക്ഷയിന്മേലുള്ള വിവരങ്ങൾ കുറ്റമറ്റതാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും ഭക്ഷ്യവകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി തൊടുപുഴ സംസ്ഥാന ഹൈവേയിൽ റോഡിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന കിണർ ഭീഷണിയാകുന്നു. 20 വർഷം മുമ്പുണ്ടായിരുന്ന കിണർ ഉപയോഗരഹിതമായെങ്കിലും മൂടാൻ അധികൃതർ തയ്യാറായില്ല. ഇടുക്കി തൊടുപുഴ PWD സംസ്ഥാന ഹൈവേയിൽ റോഡിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന കിണർ മനുഷ്യജീവന് ഭീഷണിയാവുന്നു. കുളമാവ് ഡാമിനും മൂലമറ്റത്തിനുമിടയിൽ 12 വളവുകളാണുള്ളത്. ഇതിൽ 5ാമത്തെ വളവിലാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. 20 വർഷമായി ഉണ്ടായിരുന്ന ഈ കിണർ PWD റോഡ് പണിയിലും മൂടാൻ അധികൃതർ തയ്യാറായില്ല. മുൻപ് അറക്കുളത്തും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും കുടിവെള്ളത്തിനായി ഈ കിണർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ റോഡ് പണിക്ക് ശേഷം മാലിന്യം നിറഞ്ഞ കിണറായി ഇത് മാറി. കിണർ മൂടാൻ അധികൃതർ തയ്യാറാകാത്തതുമൂലം നിരവധി അപകടങ്ങളാണ് ദിനംപ്രതി വർദ്ധിച്ചു വരുന്നത്. തൊടുപുഴയിൽ നിന്നും ഇടുക്കിക്ക് പോകുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിലധികവും. വേഗപരിധി 30 കിലോമീറ്റർ എന്ന മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടെങ്കിലും കാട് കയറി കിടക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. രാത്രി കാലങ്ങളിലാണ് അപകടങ്ങൾ അധികവും. അന്യസംസ്ഥാനത്ത് നിന്ന് വാഹനങ്ങളിൽ വഴിയിലെ പരിചയക്കുറവും സൈൻ ബോർഡുകളുടെ അഭാവവും അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ റോഡ് പണിയുന്നതിന് മുമ്പുള്ള കിണർ അവിടെ മാലിന്യം കൊണ്ടുവന്നിട്ടുകൊണ്ട് ആരും വെള്ളം ഉപയോഗിക്കുന്നില്ല. അപകടങ്ങളൊക്കെ അവിടെ ഒത്തിരി നടന്നിട്ടുണ്ട്. കിണർ മൂടുകയോ സമാനമായ മറ്റ് നടപടികളോ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോജാറോയ്, ഇടുക്കി നെറ്റ് വിഷൻ. കുരുമുളക്, ഏലം, തേയില തുടങ്ങിയ നാണ്യവിള മേഖലകളിലെ കർഷകർ 2014 നേരിട്ടത് സമാന പ്രതിസന്ധികളാണ്.
2014 പിന്നിടുമ്പോൾ ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ പ്രതീക്ഷയുടെ തിളക്കത്തേക്കാൾ നിരാശയുടെ ഇരുട്ടാണ് അഭിമുഖീകരിച്ചത്. 2014 മികച്ച വില ലഭിച്ചുവെന്ന് കരുതപ്പെടാവുന്ന ഏക നാണ്യവിള കറുത്തപൊൻ എന്നറിയപ്പെടുന്ന കുരുമുളകാണ്. 10 വർഷം മുൻപ് വരെ കിലോഗ്രാമിന് 200 രൂപ ആയിരുന്ന കുരുമുളകിന്റെ വില പടിപടിയായി ഉയർന്ന് ഈ കൊല്ലം ചരിത്രവിലയിലേക്കെത്തി. ഒരു ഘട്ടത്തിൽ 720 രൂപ വരെ ഉയർന്ന വില വർഷാന്ത്യം എത്തുമ്പോൾ താഴ്ന്നു തുടങ്ങി. 720 രൂപ മുതൽ 670 രൂപ വരെയായാണ് കുരുമുളകിന്റെ വില താഴ്ന്നത്. വില ഉയർന്നു നിന്ന കാലത്ത് അതിന്റെ ആനുകൂല്യം കർഷകന് ലഭിച്ചില്ല എന്നതും മറ്റൊരു വിരോധാഭാസം. ഉൽപാദനക്കുറവാണ് ഇവിടെ വില്ലനായത്. പ്രതികൂല കാലാവസ്ഥയും രോഗങ്ങളും ഉൽപാദനക്കുറവിന് കാരണമായി. ചുരുക്കത്തിൽ വിപണിയിൽ വില ഉണ്ടെങ്കിലും വിൽക്കാൻ ഉൽപ്പന്നമില്ലാത്ത അവസ്ഥയിലാണ് 2014 പിന്നിടുമ്പോൾ ജില്ലയിലെ കുരുമുളക് കർഷകർ. കുരുമുളക് ഈ അടുത്ത നാളുകളിൽ കുറേ വില ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും അത് സീസൺ ആകുമ്പോൾ വീണ്ടും വില താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചു വയ്ക്കാൻ കെൽപ്പുള്ള കർഷകർക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുള്ളൂ. സാധാരണക്കാരായ 90% വരുന്ന ആളുകൾക്കും ഈ കുരുമുളകിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല, വില കൂടിയാൽ പോലും. മറ്റൊരു പ്രധാന നാണ്യവിളിയായ ഏലത്തിന് 2014 തകർച്ചയുടെ കാലമായിരുന്നു. കിലോഗ്രാമിന് 750 രൂപയോളം ലഭിക്കുന്ന ഏലത്തിന്റെ ഉൽപാദന ചെലവ് 800 രൂപയിൽ അധികം വരും. കർഷകൻ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ആഴമറിയാൻ ഈ കണക്കുകൾ തന്നെ ധാരാളം. വിലസ്ഥിരതാ ഫണ്ട് ഏർപ്പെടുത്തണമെന്ന് ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാത്രമല്ല ക്വാട്ടിമാല ഏലം നികുതി വെട്ടിച്ച് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് തടയാൻ ഒരു സംവിധാനവും നിലവിലില്ല. ലേലകേന്ദ്രങ്ങൾ വഴിയാണ് ഏലം വിൽപ്പന നടക്കുന്നത് എങ്കിലും വൻകിട വ്യാപാരികളുടെ ലേലതന്ത്രങ്ങൾക്കാണ് ഇപ്പോഴും ലേലകേന്ദ്രങ്ങളിൽ മേധാവിത്യം. വില ഇവർ തീരുമാനിക്കും, കർഷകനെ കണ്ണുനീർ മാത്രം ബാക്കി. ഏലത്തിലേക്ക് വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഗോട്ടിമല പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഏലം വൻതോതിൽ ഇങ്ങോട്ട് ഗുണനിലവാരം കുറഞ്ഞ ഏലം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തുകൊണ്ട് നമ്മുടെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. തേയില കർഷകരാണ് പോയ വർഷം കയ്പുനീർ കുടിച്ച മറ്റൊരു വിഭാഗം. കിലോഗ്രാമിന് 26 രൂപ വരെ ഉണ്ടായിരുന്ന പച്ചക്കൊളുന്തിന്റെ വില ഇപ്പോൾ കേവലം 6 രൂപ മാത്രമാണ്. 1 കിലോ പച്ചക്കൊളുന്ത് ഉൽപ്പാദിപ്പിക്കാൻ 19 രൂപയോളം മുടക്ക് വരുമെന്ന് അറിയുമ്പോഴാണ് ചെറുകിട തേയില കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ആഴം അറിയുക. ഇടനിലക്കാർ മുഖേനയാണ് കർഷകർ കൊളുന്ത് തേയില കമ്പനികൾക്ക് വിൽക്കുന്നത്. തേയില കമ്പനികളും ഇടനിലക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് വിലയിടിവിന് കാരണമാകുന്നതെന്നും ആക്ഷേപമുണ്ട്. കൊളുന്ത് സംഭരിക്കാൻ ശീതീകരിച്ച സംഭരണശാലകൾ ഇല്ലാത്തതാണ് ഒരു വെല്ലുവിളി. ഇതുമൂലം കിട്ടുന്ന വിലയ്ക്ക് പച്ചക്കൊളുന്ത് വിൽക്കുകയാണ് ചെറുകിട തേയില കർഷകർ ഇപ്പോൾ ചെയ്യുന്നത്. ഈ പ്രതിസന്ധിയിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇടപെട്ടില്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ കർഷക ആത്മഹത്യ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ബാങ്കിൽ നിന്നും പണമെടുത്ത് വായ്പയെടുത്ത് കൃഷി ഇറക്കിയ കർഷകന് ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കുരുമുളക്, ഏലം, തേയില, കാപ്പി തുടങ്ങി നാണ്യവിള മേഖലയിലെ കർഷകരെല്ലാം നേരിടുന്നത് സമാന പ്രതിസന്ധികൾ തന്നെയാണ്. കാർഷിക മേഖലയ്ക്ക് ആശ്വാസം നൽകുമായിരുന്ന ഇടുക്കി പാക്കേജ് പാതി വഴിയെ നിലച്ചതും പോയ വർഷം കണ്ടു. ചുരുക്കത്തിൽ പ്രതീക്ഷകളുടെ തിളക്കത്തേക്കാൾ നിരാശയുടെ ഇരുട്ടാണ് നാണ്യവിള മേഖലയിൽ 2014 പിന്നിടുമ്പോൾ കാണാൻ കഴിയുക. ജിസ്മി കുര്യാക്കോസ്, ഇടുക്കി നെറ്റ് വിഷൻ. ബിജു മരിയാപുരം എഴുതിയ യേശുവിന്റെ വീഥികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കുതിരക്കല്ല് സെന്റ് ജൂഡ് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ ഇടുക്കി MP ജോയ്സ് ജോർജ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇസ്രായേൽ, ജോർദാൻ, പാലസ്തീൻ, ഈജിപ്ത് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നസ്രത്ത്, ഗലീലി, ജെറുസലേം, ബെത്ലഹേം തുടങ്ങിയ വിശുദ്ധ നഗരങ്ങളും യേശുവിന്റെ ജനനം മുതൽ കുരിശുമരണം വരെയുള്ള കാലഘട്ടങ്ങൾക്ക് സാക്ഷിയായ സ്ഥലങ്ങളും സംഭവങ്ങളും സന്ദർശിച്ച് തിരികെ എത്തിയ ശേഷം മരിയാപുരം നിവാസിയായ ബിജു പുളിക്കക്കുന്നേൽ എഴുതിയ യേശുവിന്റെ വീഥികളിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം മരിയാപുരം കുതിരക്കല്ലിൽ നടന്നു. കുതിരക്കല്ല് സെന്റ് ജൂഡ് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജെയിംസ് മംഗലശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ജസ്റ്റിൻ പഴയപ്പറമ്പിലിന് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. തീർച്ചയായും ഒരു ഇടുക്കിയിൽ ജനിച്ചു വളർന്ന നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ പൂർണ്ണമായും അതിന്റെ തലത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള, നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന, നമ്മൾ കാഴ്ച കാണുന്നത് പോലെ കാണുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അത് നമുക്ക് എങ്ങനെ അനുഭവവേദ്യമാകുന്നോ അതുപോലെ അനുഭവവേദ്യമാകുന്ന ഒരാൾ, നമ്മളോടൊപ്പമുള്ള ഒരാൾ കാഴ്ച കാണുകയും ആ കാഴ്ച നമ്മൾ കാണുന്നത് പോലെ നമ്മളുടെ വീക്ഷണകോണിൽ നിന്ന് എഴുതുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രസക്തമായത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ, ഫാദർ ജോസ് കരിവേലിൽ, ജനാബ് ഇബ്രാഹിം സാഖവി, സാജൻ കുന്നത്ത്, ഷാജു പോൾ, ഫാദർ ജോർജ് കുഴിപ്പള്ളി, ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ, സിസ്റ്റർ മെൽബി എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. നിങ്ങളുടെ ചിത്രങ്ങൾ മനോഹരമാക്കണ്ടേ?
വരൂ, റെജി ഫോട്ടോസ് പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ കട്ടപ്പന, മോഡലിംഗ് സ്റ്റുഡിയോ, ബ്യൂട്ടി പാർലർ, ക്യാൻവാസ് പ്രിന്റിംഗ്, ബാക്ക്ലൈറ്റ് പ്രിന്റിംഗ്, ആർട്ട് പ്രിന്റിംഗ്, photo framing and all size of printings. Our special innovations: mug printing, magic mug printing, couple mug printing, t-shirt printing, pillow printing, rock printing, glass printing, plate printing. Regi Photos Professional Digital Studio Kattapana. Studio Color Lab, Laser Lab, Beauty Parlor. Phone 04868 272 165 944 7072 165. Email regiphotos1982@gmail.com. Log on to our website www.regiphotos.com. നിങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ തന്നെ മനോഹരമാക്കുന്നു ഞങ്ങളിലൂടെ. Shoot, print and enjoy. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. വാർത്തകളിലേക്ക് വീണ്ടും. ശരീരം തളർന്നു കിടക്കുന്ന ഭർത്താവിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനാവാതെ ബുദ്ധിമുട്ടുകയാണ് 50 വയസ്സുകാരിയായ വീട്ടമ്മ. മൂലമറ്റത്തിന് സമീപം തുമ്പച്ചിമലയിലെ പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ വീട്ടമ്മയും ഭർത്താവും താമസിക്കുന്നത്. ശരീരം തളർന്നു കിടക്കുന്ന ഭർത്താവിനായി ഭാര്യയുടെ അതിജീവനം. ഭർത്താവിന്റെ ചികിത്സയ്ക്കും ഉപജീവനത്തിനുമായി പുറമ്പോക്ക് ഭൂമിയിൽ കരിക്കുവിട്ടി ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയാണ് തുമ്പച്ചി മലയിലെ സെൽവി എന്ന 50 വയസ്സുകാരി. 15 വർഷം മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസമാക്കി ഇവർ 10 വർഷമായി തളർന്നു കിടക്കുന്ന ഭർത്താവിനും നഴ്സിംഗ് പഠിക്കുന്ന മകൾക്കും വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. മൂത്ത മകൾ ജെനിയെ 2 വർഷം മുൻപ് വിവാഹം കഴിപ്പിച്ചയച്ചു. രണ്ടാമത്തെ മകൾ സുജിത തിരൂർ നഴ്സിംഗ് കോളേജിൽ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. 2 വർഷം മുൻപ് കനത്ത മഴയിലും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും ഇവരുടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടിരുന്നു. കയറി കിടക്കാൻ ഒരിടമില്ലാത്തതിനാൽ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു പെട്ടിക്കട സ്വയം നിർമ്മിച്ച് താമസിക്കുകയായിരുന്നു ഇവർ. ഇതിനു ചേർന്നാണ് കരിക്ക് കച്ചവടവും നടത്തുന്നത്. ഒരു കരിക്കിന് 30 രൂപയാണ് വില. സമീപത്തെ നല്ലവരായ ഏതാനും നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇവർ ജീവിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണെങ്കിലും സെൽവിക്കും കുടുംബത്തിനും കേരളത്തിന്റെ തിരിച്ചറിയൽ കാർഡും റേഷൻ കാർഡും എല്ലാം ഉണ്ട്. ഒരു വീടിനായി പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ഇതിൽ പുള്ളി തളർന്നു കിടക്കും. പുള്ളിക്ക് ഇതുവരെ ഒരു ആനുകൂല്യം പുള്ളി കൊടുത്തിട്ടില്ല. ഞങ്ങൾ പല പഞ്ചായത്തിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പോയിട്ട് അപേക്ഷ കൊടുത്ത് വീടില്ല, സ്ഥലമില്ല. ഇതുവരെ അത് എനിക്ക് കൊണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ കടയിൽ സുരക്ഷിതമായിട്ട് എനിക്ക് കിടക്കാനും പറ്റത്തില്ല. എനിക്കിപ്പോൾ വേണ്ടത് ഒരു വീടും സ്ഥലവും. റേഷൻ കാർഡ് APL വിഭാഗത്തിൽ ആയതുകൊണ്ട് സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. ഓരോ ദിവസവും തള്ളി നീക്കുന്ന ഇവർക്ക് APL കാർഡിൽ നിന്നും BPL ആകണമെന്നും സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ളതുമാണ് ഏറ്റവും വലിയ സ്വപ്നം. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജനറേറ്ററുകൾ പ്രവർത്തനരഹിതം. ലക്ഷങ്ങൾ മുടക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്തും ആശുപത്രി വികസന സമിതിയും വാങ്ങിയ 10ഓളം ജനറേറ്ററുകളാണ് പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ കൂട്ടിയിട്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജായി മാറിയ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ വെളിച്ചത്തിന് യാതൊരു മാർഗവുമില്ല. വൈദ്യുതി ബന്ധം നിലച്ചാൽ ആശുപത്രിയിൽ യാതൊരു പ്രവർത്തനങ്ങളും പിന്നീട് ഉണ്ടാവില്ല. വൈദ്യുതി പ്രതിസന്ധിക്ക് ബദൽ സംവിധാനം എന്ന നിലയിൽ ഇവിടെ ജനറേറ്ററുകൾ വാങ്ങി സ്ഥാപിച്ചിരുന്നു. ആശുപത്രിയുടെ ഭരണ ചുമതലയുണ്ടായിരുന്ന ഇടുക്കി ജില്ലാ പഞ്ചായത്തും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും ലക്ഷങ്ങൾ മുടക്കി പലതവണ ജനറേറ്ററുകൾ വാങ്ങിക്കൂട്ടി. എന്നാൽ ഇവയെല്ലാം മാസങ്ങൾ കൊണ്ട് പ്രവർത്തനം നിലച്ചു. തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ വീഴ്ച വരുത്തിയതാണ് ഇവയെല്ലാം സ്ഥിരമായി തകരാറിലാവാൻ കാരണമായത്.
ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ശസ്ത്രക്രിയ നടത്തിയതായി പലപ്പോഴും മുൻപ് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും പരിഹരിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ജനറേറ്ററുകൾ തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും അധികൃതർ കണ്ണടയ്ക്കുന്നുവെന്ന് ആക്ഷേപം ഉയരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. നെടുങ്കണ്ടം ബേഡുമെട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യം കത്തിച്ചു കളയുന്നതിനായി സ്ഥാപിച്ചിരുന്ന അടുപ്പുകൾ കടത്തിക്കൊണ്ടുപോയി. പ്ലാന്റിലെ പാഴ്വസ്തുക്കൾ ലേലത്തിൽ പിടിച്ച മറവിലാണ് അടുപ്പുകളും ഇരുമ്പ് സാധനങ്ങളും കൊണ്ടുപോയത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി 2008 ബേഡുമെട്ടിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചത്. ടൗണിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം പ്ലാന്റിലെത്തിച്ച് സംസ്കരിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും പ്രവർത്തനം യഥാവിധി നടന്നിരുന്നില്ല. പ്ലാസ്റ്റിക്കും പേപ്പറും അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിച്ചു കളയുന്നതൊഴിച്ചാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ പ്ലാന്റിനും സമീപ പ്രദേശത്തുമായി കൂടിക്കിടക്കുകയാണ് പതിവ്. പേപ്പർ മാലിന്യങ്ങൾ കത്തിക്കുന്നതിനായി പ്ലാന്റിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന അടുപ്പുകളാണ് കഴിഞ്ഞ ദിവസം ആക്രി കച്ചവടക്കാർ എടുത്തുകൊണ്ടുപോയത്. ഇവിടെ കൂടിക്കിടക്കുന്ന പാഴ്വസ്തുക്കൾ ലേലത്തിൽ വാങ്ങിയതിന്റെ മറവിലായിരുന്നു വലിയ ഇരുമ്പ് അടുപ്പും അനുബന്ധ ഉപകരണങ്ങളും എടുത്തുകൊണ്ടുപോയത്. അടുപ്പിന്റെ ശോചനീയാവസ്ഥ മൂലം തൊഴിലാളികൾ നിലവിൽ മാലിന്യം പ്ലാന്റിന് പുറത്തെ തുറസായ സ്ഥലത്തിട്ടാണ് കത്തിക്കുന്നത്. പുകക്കുഴൽ തുരുമ്പ് പിടിച്ച് ദ്രവിച്ച അവസ്ഥയിലായതിനാലായിരുന്നു ഇത്. എന്നാൽ മഴയും കാറ്റുമുള്ള ദിവസങ്ങളിൽ ഈ അടുപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. പകരം സംവിധാനം ഒരുക്കാതെ അടുപ്പ് എടുത്തുകൊണ്ടുപോയത് മാലിന്യ സംസ്കരണത്തെ കാര്യമായി ബാധിക്കും. ആരംഭിച്ച കാലഘട്ടത്തിൽ പ്ലാന്റിനൊപ്പം മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടാവാത്തതിനാൽ ഇവ വെറുതെ കിടക്കുകയാണ്. പ്രവർത്തനം ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു അറ്റകുറ്റപ്പണികളും നടത്താത്ത അധികൃതർ പുതിയ അടുപ്പ് സ്ഥാപിക്കുമോ എന്ന് കണ്ടറിയണം. അടുപ്പ് സ്ഥാപിച്ചില്ലെങ്കിൽ മാലിന്യം പുറത്ത് തുറസായ സ്ഥലത്ത് കത്തിക്കുന്നത് മൂലം ജീവനക്കാർക്കും പരിസരവാസികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓർമ്മക്കൂട്ട് ശ്രദ്ധേയമായി. സ്കൂളിൽ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമമായ ഓർമ്മക്കൂട്ട് സംഘടിപ്പിച്ചത്. സ്കൂളിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഓർമ്മകളുടെ പങ്കുവയ്ക്കലും ഓർമ്മപ്പെടുത്തലുകളും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമുള്ള കണ്ടുമുട്ടലും വ്യത്യസ്ത അനുഭവം പകർന്നു നൽകി. ഒരു അധ്യയന വർഷത്തിന്റെ അവസാനം ഓട്ടോഗ്രാഫുകൾ എഴുതി നൽകി പിരിഞ്ഞുപോയവർ, ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ, അവരുടെ ഒത്തുചേരൽ ചിലരുടെ കണ്ണുകൾ ഈറനണിഞ്ഞപ്പോൾ ചിലർ എല്ലാം മറന്ന് പൊട്ടിച്ചിരിച്ചു. കുശുമ്പും കുറുമ്പും കാട്ടി നടന്നപ്പോൾ ശാസനയുടെ വാക്കുകളുമായി എത്തിയ അധ്യാപകർ, ഇത്തരത്തിൽ ബാല്യകാല ഓർമ്മകൾ മനസ്സിൽ കടന്നു വന്നപ്പോൾ തന്നെ തിരിച്ചറിയാതെ നിൽക്കുന്ന അധ്യാപകനും വിദ്യാർത്ഥികളും പരസ്പരം പരിചയപ്പെട്ട് ഓർമ്മകളുടെ പങ്കുവയ്ക്കൽ നടത്തിയപ്പോൾ താൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയെ മാറോട് ചേർത്തു പിടിച്ച് മുമ്പ് പ്രകടമാക്കുവാൻ കഴിയാത്ത സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ഒരു അധ്യാപകന് തന്റെ വിദ്യാർത്ഥിയോട് എക്കാലവും ഉള്ളിലുണ്ടാകുന്ന സ്നേഹത്തിന്റെ ആഴത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. ചിലർ സമൂഹത്തിന്റെ ഉന്നതികളിൽ എത്തി നിൽക്കുമ്പോൾ ചിലർ ജീവിതത്തിന്റെ താഴെത്തട്ടിൽ ഉപജീവനത്തിന് വേണ്ടി കാർഷിക മേഖലയിൽ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചു. മറ്റു ചിലർ കർഷക തൊഴിലാളികൾ. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിലനിൽക്കുമ്പോൾ ആരെയും വേറിട്ട് കാണാതെ ഒരുപോലെ എല്ലാവരെയും കണ്ട് ഒരുമിച്ചുകൂടി പഴയകാല ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വജ്രോത്സവ നഗരിയിൽ പ്രധാന വേദിയിൽ സംഘടിപ്പിച്ച ഓർമ്മക്കൂട്ട് കട്ടപ്പന ഡിഇഒ ഷെല്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും SMC ചെയർമാനുമായ ബേബിലാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സരിത എസ് ശ്രീധർ സ്വാഗതം ആശംസിച്ചു. മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ AY മോഹൻദാസ് മാഷ് മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ അറിയിച്ച് റജി പനച്ചിക്കൽ, മിനി ബേബി, ജമാൽ ഇടശ്ശേരിക്കുടി, KS ശിവൻ, അധ്യാപകരായ ഡേവിഡ് ആറ്റ്ലി, ഓർമ്മക്കൂട്ട് സംഘാടക സമിതി കൺവീനർ സിന്ധു ഗോപാലൻ, ചെയർമാൻ ഷാജി വയലിൽ, വൈസ് ചെയർമാൻ NJ ചാക്കോ, ജോയിന്റ് കൺവീനർ ഡെയ്സി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സമൂഹ സദ്യയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും കൂടാതെ ആദ്യകാല അധ്യാപകരെ ഗുരുവന്ദനം എന്ന പരിപാടിയിലൂടെ ആദരിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കസ്റ്റഡിയിലിരുന്ന പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ കട്ടപ്പന എക്സൈസ് ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാബുലാൽ, ബിജു എന്നിവർക്കാണ് സസ്പെൻഷൻ. കട്ടപ്പന വനിതാ പോലീസ് ഹെൽപ്പ് ലൈൻ ഓഫീസിന് എതിർവശത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യം നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. ഇടുക്കി തൊടുപുഴ സംസ്ഥാന ഹൈവേയിൽ റോഡിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന കിണർ ഭീഷണിയാകുന്നു. 20 വർഷം മുമ്പുണ്ടായിരുന്ന കിണർ ഉപയോഗരഹിതമായെങ്കിലും മൂടാൻ അധികൃതർ തയ്യാറായില്ല. കുരുമുളക്, ഏലം, തേയില തുടങ്ങിയ നാണ്യവിള മേഖലകളിലെ കർഷകർ 2014 നേരിട്ടത് സമാന പ്രതിസന്ധികൾ. 2014 പിന്നിടുമ്പോൾ ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ പ്രതീക്ഷയുടെ തിളക്കത്തേക്കാൾ നിരാശയുടെ ഇരുട്ടാണ് അഭിമുഖീകരിച്ചത്.
നെടുങ്കണ്ടം കല്ലാർ ജംഗ്ഷന് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികളുമായി വന്ന ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. നിങ്ങളുടെ ചിത്രങ്ങൾ മനോഹരമാക്കണ്ടേ? വരൂ, റെജി ഫോട്ടോസ് പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ കട്ടപ്പന. മോഡലിംഗ് സ്റ്റുഡിയോ, ബ്യൂട്ടി പാർലർ, ക്യാൻവാസ് പ്രിന്റിംഗ്, ബാക്ക്ലൈറ്റ് പ്രിന്റിംഗ്, ആർട്ട് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിമിംഗ് ആൻഡ് ഓൾ സൈസ് ഓഫ് പ്രിന്റിംഗ്സ്. Our special innovations: mug printing, magic mug printing, couple mug printing, t-shirt printing, pillow printing, rock printing, glass printing, plate printing. Regi Photos Professional Digital Studio Kattapana. Studio Color Lab, Laser Lab, Beauty Parlor. Phone 04868 272 165 944 7072 165. Email regiphotos1982@gmail.com. Log on to our website www.regiphotos.com. നിങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ തന്നെ മനോഹരമാക്കുന്നു ഞങ്ങളിലൂടെ. ഷൂട്ട്, പ്രിന്റ് ആൻഡ് എൻജോയ്. I think it's time I... അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടി.വി. സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടി.വിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം.